നമസ്കാരം. മോഷണക്കേസിൽ എത്ര പിടിപെട്ടാലും വീണ്ടും മോഷ്ടിക്കുന്ന നിരവധി മോഷ്ടാക്കളുടെ കഥകൾ മലയാളികൾക്ക് വളരെ പരിചയമുണ്ട്. ഓരോ തവണ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇനിയില്ല സാറേ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നവർ അധികം താമസിയാതെ വീണ്ടും മോഷണക്കേസുകളിൽ പ്രതിയായി ജയിലിൽ എത്താറുമുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ വിഷയമല്ല. എന്നാൽ ജയിൽ ജീവിതം കൊണ്ട് നന്നായെന്ന് നാട്ടുകാരെയും ജയിലർമാരെയും ബോധിപ്പിച്ച് പുറത്തിറങ്ങിയ കണ്ണൂരിലെ മോഷ്ടാവും വീണ്ടും മോഷണക്കേസിൽ അറസ്റ്റിലായി അഴിക്കുള്ളിലായിരിക്കുകയാണ്. കണ്ണൂർ തളാപ്പിലെ CSI പള്ളിയിൽ നടത്തിയ മോഷണത്തിൽ പിടിയിലായത് ഒരു കള്ളന്റെ ആത്മകഥ എന്ന ആത്മകഥ എഴുതിയ സിദ്ദിഖാണ്. 34 വർഷം നീണ്ട ജയിൽവാസത്തിനു ശേഷം മാനസാന്തരപ്പെട്ട് 8 മാസം മുൻപ് പുറത്തിറങ്ങിയ ഈ 60-കാരനാണ് മോഷ്ടിക്കാതിരുന്നപ്പോൾ കൈവിറ വന്ന് വീണ്ടും മോഷണത്തിനിറങ്ങി അഴിക്കുള്ളിലായത്. തലശ്ശേരി തിരുവങ്ങാട് ജൂബിലി റോഡിൽ അരയാംകൊല്ലം വീട്ടിൽ AK സിദ്ദിഖ് ജയിലിൽ വെച്ച് എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കള്ളന്റെ ആത്മകഥ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇനി കള്ളൻ എന്ന് വിളിക്കരുതെന്ന് അഭ്യർത്ഥിച്ച ഇയാൾ കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെന്നും ജോലി ചെയ്ത് ജീവിക്കുന്നതിനൊപ്പം പുസ്തകരചനയും തുടരുമെന്നുമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും അന്ന് നൽകിയ ഉറപ്പ്. ഒരു കള്ളൻ പറയുന്നതുകൊണ്ട് അവിശ്വസിക്കേണ്ടതില്ല എന്ന മുൻകൂർ ജാമ്യത്തോടെയായിരുന്നു സിദ്ദിഖിന്റെ എഴുത്തും. പുതിയ ജീവിത സാഹചര്യം ഒരുക്കാൻ ജയിൽ ജീവനക്കാർ പിന്തുണയും നൽകിയിരുന്നു. ഒടുവിൽ ജയിലിൽ നിന്നിറങ്ങിയ സിദ്ദിഖ് സെൻട്രൽ ജയിലിന് സമീപത്ത് തന്നെയുള്ള റെജീന സുരേഷിന്റെ വീട്ടിലെ 17,000 രൂപയോളം വില വരുന്ന സൈക്കിൾ മോഷ്ടിച്ച് അതിൽ കറങ്ങുകയായിരുന്നു. മുൻപും ഓരോ തവണ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും വൈകാതെ മോഷണക്കേസിൽ അകത്താകുമായിരുന്നു. ഇക്കുറി ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇനി മോഷണത്തിന്റെ വഴിയേ ഇല്ലെന്നും തട്ടുകടയിട്ട് ജീവിക്കുമെന്നുമാണ് അന്ന് പോലീസുകാരോട് പറഞ്ഞത്. ജയിലിൽ നിന്നും പഠിച്ച പാഠങ്ങളായിരുന്നു ഇതിന് സിദ്ദിഖിന് തുണയായത്. എന്നാൽ ആ വഴിയെ പോകാതെ മോഷണ വഴിയിലായിരുന്നു സിദ്ദിഖിന്റെ യാത്ര പിന്നീട് ഇങ്ങോട്ട്. നേരത്തെ ഒരു കള്ളന്റെ കഥ കേരളത്തിലെ വിവിധ ജയിലുകളിൽ തടവ് ശിക്ഷ അനുഭവിച്ച സിദ്ദിഖിന്റെ ആത്മാംശം നിറഞ്ഞ പുസ്തകമായിരുന്നു ഒരു കള്ളന്റെ ആത്മകഥ. ജയിലിൽ ജീവിക്കുമ്പോഴും താൻ അന്തസ്സായി പണിയെടുത്തു തന്നെയാണ് ജീവിച്ചിരുന്നതെന്നും 95 പൈസ കൂലിയുള്ളത് മുതൽ താൻ ജയിലിൽ ജോലി ചെയ്ത് കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ 260 രൂപ കൂലിയായി പുറത്തു പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ ജോലി ചെയ്യുന്നതാണെന്നും സിദ്ദിഖ് പുസ്തക പ്രകാശന വേളയിൽ പറഞ്ഞിരുന്നു. 18 വയസ്സാകുന്നതിന് മുന്നേ മോഷണത്തിൽ അഗ്രഗണ്യനായിരുന്നു സിദ്ദിഖ്. പുസ്തകത്തിൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് സിദ്ദിഖ് പറഞ്ഞിരുന്നു. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന സിദ്ദിഖിന് ബേക്കറി തുടങ്ങണം, തട്ടുകട ഇടണം എന്നൊക്കെയായിരുന്നു മോഹമെന്നും അന്ന് പറഞ്ഞിരുന്നു. തടവറയിലായിരുന്നു സിദ്ദിഖിന്റെ എഴുത്തുമുറി. കൂട്ടുകുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു ബാല്യത്തിന്റെ കരളലിയിക്കുന്ന കഥ അടക്കമായിരുന്നു സിദ്ദിഖിന്റെ പുസ്തകം പുറത്തിറങ്ങിയത്. പുസ്തകം പുറത്തിറങ്ങി അത്യാവശ്യം താരപരിവേഷം ലഭിച്ചെങ്കിലും മോഷണമാണ് തനിക്ക് പറ്റിയ കലയെന്ന് സിദ്ദിഖ് വീണ്ടും തിരിച്ചറിഞ്ഞ മോഷണത്തിറങ്ങിയിരിക്കുന്നു. എന്തായാലും വീണ്ടും ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു തവണ ശിക്ഷ അനുഭവിച്ചവർ അത് വീണ്ടും ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ജനങ്ങൾ ആലോചിക്കാറുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാവുകയാണെന്നാണ് പലപ്പോഴും മനസ്സിലാവുന്നത്. എന്നാൽ സിദ്ദിഖിന്റെ അനുഭവം വ്യത്യസ്തമാണ്. ഒരിക്കലും ഇനി കള്ളത്തരം കാണിക്കില്ല, മോഷ്ടിക്കില്ല എന്ന് എഴുതി പറഞ്ഞ് പുസ്തകവും അടിച്ചിറക്കിയ ആൾ വീണ്ടും മോഷണക്കേസിൽ അകത്തിലാവുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിരിക്കും.